പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും മിസാൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് അല്പം രാഷ്ട്രീയമാവാം. നമ്മുടെ സന്ദീപ് വാര്യർ, അദ്ദേഹം BJPയുടെ കേരളത്തിലെ ശബ്ദവും മുഖവും എല്ലാമായിരുന്നു. BJPക്ക് വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകളിൽ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും BJPയെ ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇയാൾ എങ്ങനെയാണ് BJP ആയത് എന്ന്. കാരണം അത്രമാത്രം നല്ല കഴിവും നല്ല സംസാര വൈഭവവും നല്ല ഒരു ധിഷണയുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ പോലും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തി ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തെ മതേതരത്വം, മതസൗഹാർദ്ദം, ശാന്തി, സമാധാനം, സൗഹൃദം അതെല്ലാം ഇനിയും ഇവിടെ ഒരുപാട് ആളുകളിൽ ഉണ്ട് എന്നുള്ള വല്ലാത്ത ഒരു പ്രതീക്ഷയും വല്ലാത്ത ഒരു ആശയവുമാണ് അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് ഒരു മലയാളി എന്നുള്ള നിലക്ക് നമുക്കൊക്കെ അഭിമാനിക്കാനും വക നൽകുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നു. പിന്നെ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷം പല ആളുകളും അദ്ദേഹം വർഗീയതയുടെ കാളിയൻ, അതല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, അദ്ദേഹം ഈ BJPയുമായിട്ട് ഉടക്കിയതിന് ശേഷം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് ഇവർക്കൊന്നും ഈ പരസ്പരം ഈ ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷവും ശത്രുതയും ഒന്നും വെച്ച് പുലർത്തിയിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള നല്ല ഒരു മതേതരത്വത്തിൻ്റെ ശബ്ദം സന്ദീപ് വാര്യർ BJPയിൽ ഉണ്ടായിരിക്കെ പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഒരു വർഷത്തോളം ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അദ്ദേഹം BJPക്കാരനാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മതേതരത്വവും സൗഹൃദവും നല്ല ഒരു ചിന്തയുമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് വന്നതിന് ശേഷം ചില ആളുകൾ അദ്ദേഹം വർഗീയതയുടെ കാളിയനാണ്, അതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന ആളുകൾ തന്നെയാണ് അദ്ദേഹം BJPയുമായിട്ട് ഉടക്കിയപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യർ നല്ല വ്യക്തിയാണ്, സന്ദീപ് വാര്യർ ഉഷാറാണ്, സന്ദീപ് വാര്യർ നല്ല സ്നേഹമുള്ള, നല്ല സൗഹൃദമുള്ള, നന്നായിട്ട് ചിന്തിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ നേരെ ഉൾട്ട പറയുന്നത്. എന്തൊരു കഷ്ടമാണ് ഇത്. അപ്പോൾ സത്യത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇവർ എന്തൊക്കെയോ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷയെ ആകെ മാറ്റിമറിച്ചുകൊണ്ടും ഒരാളും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് കേരളത്തിൽ ഇന്നലെ നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നമുക്ക് അതിൽ അഭിനന്ദിക്കാതെ വയ്യ. മറ്റുള്ളവരെല്ലാവരെയും ശരിക്കും ഇരുത്തിക്കളഞ്ഞു ഈ വാർത്ത ഇങ്ങോട്ട് വന്നപ്പോൾ. ഏതായാലും ഭാവിയിലുള്ള പ്രവർത്തനങ്ങളും ഭാവിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും നമുക്കെല്ലാവർക്കും നന്മയും, പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ ഏറെ നന്മകൾ വിതറുന്നതും നന്മകൾ വിളയിക്കുന്നതുമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒന്നുകൂടെ, കോൺഗ്രസിൽപ്പെട്ട കെ മുരളീധരൻ, എനിക്ക് പ്രിയപ്പെട്ട മുരളീധരൻ ചേട്ടനോട് പറയാനുള്ളത്, നിങ്ങളുടെ വാക്ക് പ്രസ്താവന ഇദ്ദേഹം BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വന്നതിന് ശേഷം മുരളീധരൻ സാറിൻ്റെ ആ ഒരു പ്രസ്താവന, അഭിമുഖം അത് കാണാനിടയായി. അദ്ദേഹം പറയുന്നത്,
വാര്യർ വന്നത് വളരെ നന്നായി, പക്ഷേ കുറച്ചുകൂടെ നേരത്തെ വരികയായിരുന്നെങ്കിൽ അങ്ങനെ ആക്കായിരുന്നു, ഇങ്ങനെ ആക്കായിരുന്നു. മാത്രമല്ല മുരളീധരൻ സാറ് പറയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ കഴിഞ്ഞതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയും പരതുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയുടെയും ആ പാർട്ടി സംവിധാനത്തിൻ്റെയും എല്ലാ അനുഭവങ്ങളും എല്ലാ നന്മകളും എല്ലാ സൗകര്യങ്ങളും ഒക്കെ നേടി ഉപയോഗപ്പെടുത്തിയിട്ട് ഇടക്ക് ചില ഗോസിപ്പുകളൊക്കെ ഇവിടെ കാട്ടിയല്ലോ. അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സന്ദീപ് വാര്യറൊക്കെ എത്ര നന്മയുള്ള, എത്ര നിഷ്കളങ്കമായിട്ടുള്ള പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? പിന്നെ മറ്റൊന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഒരു ഉപാധിയുമില്ലാതെയാണ് കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇദ്ദേഹം ആ BJPയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ BJP നേതാക്കന്മാരുടെ കൂട്ടത്തിൽ രണ്ട് വാക്ക് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു സദസ്സിനെ അടക്കാനും ഒരു സദസ്സിനെ പിടിച്ച് ഇരുത്താനും അതുപോലെ തന്നെ കാര്യങ്ങളിൽ നല്ല അവഗാഹമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ധിഷണയുള്ള ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ. ഇദ്ദേഹം ഈ BJPയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഭാവിയിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ മേടിക്കാമായിരുന്നു, നേടാമായിരുന്നു, എവിടൊക്കെയോ എത്താമായിരുന്നു. പക്ഷേ അദ്ദേഹം ചില നിലപാടുകളുടെ, ആദർശങ്ങളുടെ ആ ഒരു ഒത്തുചേരായ്മയിലാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഉപാധിയും വെച്ചിട്ടില്ല, എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നോ അതല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ എന്നെ പാർട്ടിയുടെ ആ സ്ഥാനം എനിക്ക് വേണം എന്നുള്ള ഒരു ഉപാധിയുമില്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ മതേതരത്വവും ഇവിടെ സൗഹൃദവും സ്നേഹവുമെല്ലാം നിറഞ്ഞു നിൽക്കണം, കളിയാടണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേര് ഇനിയും ഇപ്പോഴും നമ്മുടെ ഈ രാജ്യത്തുണ്ട്, നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഏതായാലും സന്ദീപ് വാര്യർ വലിയ പ്രതീക്ഷയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും.